31 വർഷത്തെ അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് 74 നോമിനേഷനുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരത്തിന് കളമൊരുങ്ങുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിന് എതിരാളി ജോയ് മാത്യു എത്തും. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങൾ ജഗദീഷിന് പിന്തുണ എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റു താരങ്ങളെ കണ്ട് പിന്തുണ തേടാനുള്ള ഓട്ടത്തിലാണ് ശ്വേത. സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ ഇത്ര വാശിയേറിയ ഒരു മത്സരം നടക്കുമ്പോൾ അമ്മ സംഘടനയിൽ നടക്കുന്നത് എന്താണ്? ഇത്ര അധികം സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള വളരെ സജീവമായി പരിഗണിക്കേണ്ട വിഷയങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ അമ്മയിലെ ഈ രാഷ്ട്രീയ പോര് അല്ലെങ്കിൽ അമ്മയിലെ ഈ സംഘടനാ പോര് ഉചിതമാണോ? അത് ഏത് ജനാധിപത്യം എന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വിശദമായി പരിശോധിക്കാം. ഡാനി പോൾ ഉണ്ട്, ഒപ്പം തന്നെ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ആദ്യം ഡാനി, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇന്നലെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തർക്കം, സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തർക്കം നമ്മൾ കണ്ടത്. സമാനമായി ഇവിടെ അമ്മ സംഘടനയിലും വലിയ രീതിയിലുള്ള പോരുണ്ട്, ശക്തമായ മത്സരമുണ്ട്. നേരത്തെ ഇന്നസെൻ്റ് തുടർച്ചയായിരിക്കുന്നു, അതിനുശേഷം മോഹൻലാൽ വരുന്നു. ഇവർക്കൊന്നും ഒരു ഓപ്ഷനുമില്ലായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് നല്ലത് തന്നെയാണ്, അത് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. പക്ഷേ 7 നോമിനേഷൻ എന്നൊക്കെ പറയുന്നത് ആ തരത്തിലേക്ക് ഈ സംഘടനയ്ക്കുള്ളിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണോ? സാഹിത്യ തീർച്ചയായും അത് തന്നെയാണ്. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ ഒരു അനിവാര്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഇപ്പോൾ നോമിനേഷനുകൾ 17 സ്ഥാനങ്ങളിലേക്ക് ആകെ 74 നോമിനേഷനുകൾ വന്നിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 7ഓളം നോമിനേഷനുകൾ വരുമ്പോൾ വൈസ് പ്രസിഡന്റിൽ 10 പേരുണ്ട്, ജനറൽ സെക്രട്ടറിയിൽ 5 പേരുണ്ട്, ജോയിന്റ് സെക്രട്ടറിയിൽ 13 പേര്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 9 പേര്. ഇവരിൽ പലരും മറ്റ് സ്ഥാനങ്ങളിലേക്ക് ഇരട്ട രീതിയിൽ തന്നെ അപേക്ഷിച്ചവരുണ്ട്. പലരും അത് പിൻവലിക്കുകയും ചെയ്യാം. എങ്കിൽ കൂടിയും ഇത് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. കാരണം കൃത്യമായ രീതിയിലുള്ളൊരു മത്സരം നടക്കുന്ന ഇടത്തേക്ക് വന്നിരിക്കുന്നത്, അതായത് അവിടെ ഒരു അഭിപ്രായ സ്വരൂപണമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, അനൈക്യം തന്നെയാണ് അവിടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അതിന് പ്രധാനമായും കാരണമാകുന്നത് കഴിഞ്ഞ ഈ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഈ അടുത്തിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ അനന്തര സംഭവങ്ങളും എല്ലാം തന്നെയും അതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ചിന്തകൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഈ രീതിയിൽ പോയാൽ മതി, ഇങ്ങനെയാണോ ഒരു സംഘടന പോകേണ്ടത്, ഈ ആരോപണ വിധേയർ എന്തുകൊണ്ട് വീണ്ടും മത്സരിക്കാനെത്തുന്നു, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പരസ്യ പ്രതികരണങ്ങളിലേക്ക് അടക്കം വന്നിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് അതൊരു മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതി തന്നെയായിരുന്നു അമ്മ എന്ന താരസംഘടന അനുവർത്തിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങൾ തീർച്ചയായും അവിടെ ആ രീതിയിലുള്ള തരംതിരിവുകളെല്ലാം തന്നെയുണ്ട്. എങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും അതുണ്ട് എന്ന് തന്നെയാണ് ഒരു വാസ്തവം. കാരണം മുൻപന്തിയിൽ നിൽക്കുന്ന താരങ്ങൾ ഇവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അതിൽ അവർക്ക് അവരുടേതായ പല കാരണങ്ങളും ഉണ്ടാകാം. അതെന്ത് തന്നെയായാലും ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ സിനിമയ്ക്കകത്ത് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമായി അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് വരികയും പലരും തന്നെ ഇതിൽ എക്സ്പോസ്ഡ് ആവുകയും എല്ലാം തന്നെ ചെയ്തു. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് കണ്ടത് തുടർച്ചയായ രാജിയും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അത് ഒരു അഡ്ഹോക്ക് എന്ന സംവിധാനം എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും അതിനും നിലനിൽപ്പുണ്ടായില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും. അത് തന്നെ വലിയ രീതിയിലേക്ക് അതിൻ്റെ ചർച്ചകൾ നടന്നിരിക്കുന്നു. പാനലുകളായിട്ട് അവർ തിരിയുന്ന രീതിയിലേക്ക്, മത്സരം നടക്കുന്ന രീതിയിലേക്ക് വരുന്നു. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യപരമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായും തന്നെയും. പക്ഷേ അതിനൊരു കാരണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായും അതിനകത്ത് വലിയ രീതിയിലുള്ള എതിർപ്പ് പലർക്കെതിരെയും തന്നെ രൂക്ഷമായിരിക്കുന്നു. പലരും ഈ ആരോപണ വിധേയർ മത്സരരംഗത്ത് ഇപ്പോഴും തുടരുന്നത് എന്തിന് എന്ന ചോദ്യങ്ങൾ വരുന്നു. ഈ ആരോപണ വിധേയർ തന്നെ പലപ്പോഴും അവർക്കൊപ്പമുള്ള ആളെ കൂട്ടാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവർക്ക് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന പലർക്കും സിനിമകളുള്ളവർക്ക് അവരുടെ കൂടെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ തത്വമാണ് അതിനകത്ത് നിലവിലുള്ളത്. കാരണം മുൻനിര താരങ്ങൾ അല്ല എങ്കിൽ കൂടുതൽ സിനിമകളുള്ള താരങ്ങൾ ഇവർക്കൊപ്പം നിൽക്കാൻ കൂടുതൽ ആളെ കിട്ടുന്നു എന്നത് തന്നെയാണ്. സിനിമ അധികമില്ലാത്തവർക്ക് പിന്തുണ കുറവ് തന്നെയാണ്, അതിലൊരു സംശയവും അതിനകത്തില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിനകത്ത് മറ്റു പലയിടത്തും പല കാരണങ്ങളാകുമ്പോൾ അമ്മ എന്ന സംഘടനയ്ക്കകത്ത്
സിനിമ കൂടുതലുണ്ടോ അവർക്കൊപ്പം കൂടുതൽ പേർ അണിചേരുക എന്ന രീതിയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണുന്നത്. എന്തായാലും ഇത്തവണ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 74ഓളം പേർ മത്സരരംഗത്ത് നോമിനേഷൻ ഉണ്ടെങ്കിലും പല നോമിനേഷനുകളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചില സ്ഥാനങ്ങളിലേക്ക് മാത്രം ഒരു സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും മത്സരിക്കാൻ കഴിയും. അപ്പോൾ പലതും ഇരട്ട രീതിയിൽ കൊടുത്തതെല്ലാം തന്നെ പിൻവലിയും. എങ്കിലും അവിടെ മത്സരരംഗത്ത് കുറച്ചധികം പേർ തന്നെ അവശേഷിക്കും. മുൻപുണ്ടായതുപോലെ ആയിരിക്കില്ല. ഇക്കുറി മത്സരം കടുപ്പമായിരിക്കും. അത് തെളിയിക്കുന്നത് അതിനകത്ത് എത്രത്തോളം ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് ജനാധിപത്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ പോലും അതിനകത്ത് വ്യക്തമായ രീതിയിൽ താരാധിപത്യങ്ങൾ ഉണ്ടായിരുന്നതിനെ പലതും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ശരി ഹരി, ഇപ്പോഴത്തെ ഈ താരസംഘടനയ്ക്കകത്തെ നീക്കങ്ങളിൽ ആരൊക്കെ ഏതൊക്കെ ചേരിക്കൊപ്പം എന്നതാണ് പ്രകടമാവുന്ന കാര്യം. സാധാരണ രീതി നമ്മൾ കണ്ടതാണ്. ഇന്നസെൻറ്റിന് ശേഷം മോഹൻലാൽ വരുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷവും മോഹൻലാൽ തന്നെ വരട്ടെ എന്നതാണ്. ഇത്തവണ മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവർ ചിത്രത്തിലില്ല. മത്സരരംഗത്തേക്കോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലോ നേരിട്ട് ഇടപെടുന്നില്ല എന്നതാണോ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത്? ഇതിൻ്റെ ഒരു ബലാബലം, ശാക്തിക ബലാബലം ഏതു തരത്തിലാണിപ്പോൾ സംഘടനയ്ക്കകത്ത്? സൈസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷമുള്ള പ്രശ്നങ്ങൾ അമ്മയ്ക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പ്രധാനമായും പല പല ചേരികളായിട്ട് തന്നെ ഈ 505 താരങ്ങളിലും മാറിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും ആരോപണ വിധേയരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അഡ്ഹോക് കമ്മിറ്റിയായിട്ട് രൂപപ്പെട്ടതും പിന്നെ അതുപോലും നേരെ രീതിയിൽ ഒരു വിജയമായി മാറിയതുമില്ല. പക്ഷേ മോഹൻലാൽ ഉൾപ്പെടെ കൃത്യമായി കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പറഞ്ഞിരുന്ന കാര്യം താൻ ഇനി മത്സരിക്കില്ല എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ തന്നെയാണ്. പക്ഷേ അതിലൂടെ ഒരു ജനാധിപത്യമായ രീതിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും തുടർന്നുള്ള തസ്തികയിലേക്കൊക്കെ തന്നെ ജനാധിപത്യമായ രീതിയിൽ ഒരു മത്സരം തുറക്കുമ്പോഴേക്കും അത് അമ്മയിലെ താരങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വലിയ ആശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇത്രയും വലിയ ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നസെന്റിന് ശേഷം മോഹൻലാൽ വരുമ്പോഴൊന്നും ഒരു യുനാനിമസ് തെരഞ്ഞെടുപ്പാണ്, അതിനൊരു വോട്ടെടുപ്പ് പോലും ഒരു കാര്യം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴേക്കും ജഗദീഷും ശ്വേതാ മേനോനും ആണ് വാശിയേറിയ മത്സരം നടത്തുന്നത്. അതോടൊപ്പം തന്നെ 4 പേരാണ് ബാക്കിയുള്ളത്. അവർ രവീന്ദ്രൻ, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, ദേവൻ എന്നിവരാണ്. പക്ഷേ ഈ 4 പേരുണ്ടെങ്കിൽ പോലും ഇവർ തന്നെ പല വേറെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ ഇവരിൽ ചിലർ മത്സരിക്കുന്നുണ്ട്. അവസാനം 31-ാം തീയതി വരുമ്പോഴേക്കും ഒരാൾക്ക് ഒരു സ്ഥാനത്ത് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 74 പത്രികകളിൽ നിന്നും ചുരുങ്ങി അതൊരു 17 പത്രികയായിട്ട് മാറുന്ന ഒരു ദിവസവും കൂടിയാണ് 31-ാം തീയതി വരാൻ പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാം. അതുകൊണ്ട് തന്നെ മിക്കവാറും ജയൻ ചേർത്തല പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം. അതോടൊപ്പം തന്നെ ജഗദീഷിനുള്ള ഒരു പിന്തുണ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് വരണം എന്ന് വാദിക്കുന്ന ഒരു പറ്റം സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ ജഗദീഷിന് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കാരണം ജഗദീഷ് സ്ഥിരമായി തന്നെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ജഗദീഷിന് അമ്മയിലുള്ള സ്വാധീനം, അത് പ്രത്യേകിച്ച് വോട്ടാക്കി മാറ്റാനും പിന്തുണയാക്കി മാറ്റാനുമുള്ള ഒരു സ്ഥിതിയിലേക്ക് ജഗദീഷ് മാറുന്നുണ്ട്. എന്നാൽ ശ്വേതാ മേനോനും വളരെ ശക്തമായ രീതിയിൽ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരി അമ്മയിൽ ഒരു വലിയ ആഭ്യന്തര കലഹം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം പല പല ചേരികളായിട്ട് മാറുന്നു, പല താരങ്ങൾ ഉൾപ്പെടെ നോമിനേഷനുമായിട്ട് രംഗത്തെത്തുന്നു, ഇവരെ കണ്ട് വോട്ട് തേടുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നു. വളരെ